സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക ഷ്യാമയുടെ വീട്ടിലെത്തുവാണ് കേട്ടോ. കോളിംഗ് ബെൽ അടിക്കുവാണ്. ഈ സമയം അമൃത വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം രാധിക ചോദിക്കണേ, മാഡം ഫിദ മാഡം എവിടെയാണ്? അകത്തുണ്ട്. എന്താ പറ്റിയത് മാഡത്തിന്? പെട്ടെന്ന് എന്താ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? രാധിക അകത്തേക്ക് വാ. അങ്ങനെ രാധികയും കുട്ടി അകത്തെത്തുവാണ് കേട്ടോ അമൃത. ഈ സമയം അവിടെ ഹോളിലെ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ടാകട്ടോ ശ്യാമ. അങ്ങനെ രാധിക വേഗം തന്നെ ഷ്യാമയുടെ അരികിലേക്ക് ചെല്ലുക. ഫിദ മാഡം എന്താ പറ്റിയത്? ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ മാഡം എന്നോട് അധികമൊന്നും സംസാരിച്ചില്ലല്ലോ. കൂടുതലൊന്നും പറയാതെ മാഡം പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തില്ലേ? അച്ഛൻ്റെ അടുത്തൊന്നും പോകാൻ ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ മാഡത്തിൻ്റെ ആ ഒരു സംസാരം കേട്ടപ്പോൾ എന്നോടൊന്നൊരു അകൽച്ചുള്ള പോലെ തോന്നി. അത് കാരണം എനിക്കിരുന്നിട്ട് സമാധാനം കിട്ടിയില്ല. അതാ ഞാൻ ഒന്നും നോക്കാതെ വേഗം തന്നെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ പറ്റിയത് മാഡം? ആ സമയം ക്ഷമ പറയണേ. നമ്മളൊത്തിരി സ്നേഹിക്കുന്നവർ നമ്മിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു എന്നറിയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അന്നേരം രാധിക ചോദിക്കണേ, മറച്ചു വെച്ചു എന്നോ? ഞാൻ എന്ത് മറച്ചു വെച്ചു എന്നാണ് മാഡം പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയം അമൃത ചോദിക്കണേ, അല്ല രാധിക മോളുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വരനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വരണൊത്തൊരു ജീവിതം മോൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. വരുൺ പ്രിയങ്കയോടൊപ്പം ജീവിക്കണം തന്നെയാണ് മോളുടെ ആഗ്രഹമെന്നും പറഞ്ഞു. പക്ഷേ ശരിക്കും വരുണും രാധികയും തമ്മിലുള്ള ബന്ധം എന്താ? ഈ സമയം ക്ഷമ ചോദിക്കണേ, അന്ന് ആശ്രമത്തിലേക്ക് മോള് പോകണമെന്ന് പറഞ്ഞത് എല്ലാ കാര്യത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്? പക്ഷേ അത് എൻ്റെ മുമ്പിലൊരു നാടകം കളിച്ചതല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടല്ലേ ഒരേ ദിവസം തന്നെ നിങ്ങൾ രണ്ടാളും ആശ്രമത്തിലെത്തിയത്? വരണ അവിടുത്തെ ഇലക്ട്രീഷ്യനായിട്ട് കയറി പറ്റിയത് രാധികയും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നില്ലേ? അയ്യോ സത്യം കിട്ടുമോ? അതെനിക്കറിയില്ലായിരുന്നു മാഡം. അന്നേരം ക്ഷമ ദേഷ്യപ്പെടണേ. കള്ളം പറയണ്ട. അത്രയും പരിശുദ്ധമായിട്ടൊരു സ്ഥലത്താണ് നിങ്ങൾ രണ്ടാളും കൂടി നിങ്ങളുടെ പ്രേമ നാടകം നടത്തിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞുകൂടായിരുന്നോ? വെറുതെ എന്തിനാ എന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു കോമാളിയാക്കി മാറ്റിയത്? അന്നേരം രാധികയൊക്കെ അറിഞ്ഞുകൊണ്ട് ഷ്യാമയോട് പറയണേ, മാഡം സത്യമായിട്ടും അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. മാഡത്തിനോടും അമൃത മാഡത്തോടും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രിയങ്കയുടെ കഴുത്തിൽ വരുൺ താലിയിടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വരുൺ ഒത്തിരി ഇഷ്ടമായിരുന്നു. വരുൺ എന്നെ ജീവനായിരുന്നു. ദേവനാരായണ തിരുമേനിയുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് വരുൺ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചായിരുന്നു. പക്ഷേ പിന്നീട് അത് പ്രിയങ്കയിലേക്ക് എത്തി. അവസാനം വിവാഹ മണ്ഡപത്തിലും വരുൺ താലിയിട്ടതും എൻ്റെ കഴുത്തിലായിരുന്നു. അതൊക്കെ ആയിട്ടും പ്രിയങ്കയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു മാറി നിന്നവളാണ് ഞാൻ. എന്നെ ഇത്രയും നാൾ വളർത്തി വലുതാക്കി എൻ്റെ അച്ഛനെ അമ്മയെ കുറിച്ച് ഓർത്തപ്പോൾ അവരുടെ മോൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു മാറുന്നത് നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ കരുതിയതും. അതിനുവേണ്ടി പലതവണ ഓടി വിളിക്കാൻ ശ്രമിച്ചു. വരുണിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു. പക്ഷെ മാഡത്തിനറിയോ, ഞാൻ എത്രയൊക്കെ വരുണിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പ്രിയങ്കയെ ഭാര്യയായിട്ട് കണ്ട് സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടും വരുണത്തിന് തയ്യാറായില്ലായിരുന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു വരുൺ എന്നെ. ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ട് അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? എന്നെയും വരുണിനെയും ഒന്നിച്ച് ചേർക്കാനാ. ഞങ്ങളൊന്നിച്ച് ജീവിച്ച് കാണാനാണ് അവർക്കിഷ്ടം എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സമാധാനമായത്. പിന്നെ ഞാൻ ആരുടെ മുമ്പിലും മടിക്കാതെ ധൈര്യത്തോടെ തന്നെ പറയും, വരുണിനെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന്, വരുണിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. പക്ഷേ മാഡം എൻ്റെ പെറ്റമ്മയുടെ സ്ഥാനത്താണെന്ന് ഞാൻ പറഞ്ഞത് വെറും വാക്കല്ല. ഫിദ മാഡത്തെ അങ്ങനെ തന്നെ ഞാൻ കാണുന്നത്. അമ്മ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാൽ അതോടെ ഞാൻ എല്ലാം മതിയാക്കും. അമ്മ തന്നെ പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഫിദ മാഡം എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അതനുസരിക്കും. അന്നേരം ഷ്യാമ അതൊക്കെ കേട്ടിട്ട് ഷ്യാമക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുവാണ്. ഷ്യാമ മോളെ എന്നും പറഞ്ഞ് രാധയുടെ അരികിലേക്ക് ചെല്ലുമായിരിക്കും. പെട്ടെന്ന് അവിടെ തളർന്നു വീഴുവാണ് കേട്ടോ. അത് കണ്ട് അമൃതയും രാധികയും ടെൻഷനാകുവാണ്. അമൃതയും രാധികയും കൂടി ഷ്യാമയെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം അമൃത പറയണേ, മോള് വിഷമിക്കാതിരിക്കുക, ഞാനെന്താണെങ്കിലും ഇതൊക്കെ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് തരാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ആറ്റുവശരിയാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ പ്രിയങ്ക ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകാനായിട്ട് റെഡിയായി നിൽക്കുക. എന്നാൽ ശരി മുത്തശ്ശി, ഞാനേ ഇറങ്ങാൻ പോകുക. എന്തു പറ്റി മുത്തശ്ശിയുടെ മുഖമൊക്കെ വാടിയിരിക്കുന്നത്? ഒന്നുമില്ല, എന്തൊക്കെ പറഞ്ഞാലും നീ പോകുമല്ലേ, അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. ഇനി മുത്തശ്ശിയും ഒരു സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ആരെ വിളിക്കും? എനിക്ക് വിളിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, അതിനെന്താ, മുത്തശ്ശിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാമല്ലോ. അല്ല, ഈ നമ്പർ നീ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എൻ്റെ മുത്തശ്ശി, ഈ നമ്പർ ഞാനിനി ഉപയോഗിക്കാൻ പോകുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പുതിയ സിം എടുക്കും. അതിൽ നിന്ന് മുത്തശ്ശീനെ വിളിക്കും. പിന്നെ ആ നമ്പറിലേക്ക് മുത്തശ്ശിക്കും വിളിക്കാമല്ലോ. മുത്തശ്ശിക്ക് സന്തോഷമുള്ളതും സങ്കടമുള്ളതുമായ എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ച് പറയാം. മുത്തശ്ശിയുടെ ഫോൺ ഇവിടെ ആരും പരിശോധിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എന്നാൽ ശരി മുത്തശ്ശി. അങ്ങനെ പ്രിയങ്കയെ കെട്ടിപ്പിടിച്ച് പ്രിയങ്കയുടെ കവിളത്തും നെറ്റിയിലേക്ക് ഉമ്മോട് കൊണ്ടുപോകും. മുത്തശ്ശി, മോളെ ഈ നാട് മുഴുവൻ പ്രിയങ്ക എന്ന് പറയണം. അത് ഈ മുത്തശ്ശിക്ക് കേൾക്കണം. മുത്തശ്ശി കേട്ട് ധൈര്യമായിട്ടിരിക്കുക. മുത്തശ്ശിയുടെ ആഗ്രഹം ഉടനെ തന്നെ നടക്കും. ഇവിടുത്തെ സിനിമകളെ പോലെയൊന്നുമല്ല, അവിടുത്തെ സിനിമയുടെ ഷൂട്ടിങ്ങിന് തുടങ്ങിക്കോട്ടെ. പിന്നെ ഈ പ്രിയങ്ക തന്നെയായിരിക്കും താരം. വാർത്തയിലും മറ്റൊക്കെ നിറഞ്ഞു വയ്ക്കാൻ പോകുന്നത് പ്രിയങ്ക എന്നുള്ള പേരായിരിക്കും. അത് കേട്ട് എൻ്റെ മുത്തശ്ശിക്ക് അഭിമാനിക്കാം. എന്നാൽ ശരി മുത്തശ്ശി, ഇന്ന് രാത്രിയിൽ തട്ടിക്കൊണ്ടുപോകുന്ന നാടകത്തിന് കുറച്ച് കാര്യങ്ങളും കൂടി പ്രിപ്പയറൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന്
പോകുവാണ് കേട്ടോ. ഈ സമയത്തൊക്കെ സുകുമാരിയമ്മയുടെ മനസ്സിലാണെങ്കിൽ എന്തോ ഒരു ടെൻഷനും ഭയമൊക്കെ ഉള്ള പോലെ തോന്നുക. സുകുമാരിയമ്മ പറയണേ, ഭഗവാനെ എന്താണെന്നറിയില്ല, മനസ്സിന് എന്തോ ഒരു ഭാരം പോലെ, എന്തോ ഒരു ആപത്ത് വരാനിരിക്കുന്ന പോലെ തോന്നുന്നു. എൻ്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്തല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുവാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ മടി കിടക്കുന്ന ശ്യാമേനെ ഇരിക്കോട്ടോ. ശ്യാമയുടെ മുഖത്തു നിന്നൊക്കെ ആണെങ്കിൽ വല്ലാതെ വേർക്കുന്നൊക്കെ ഉണ്ട്. ഇത് കാണുന്ന രാധിക ശ്യാമയെ കട്ടിലേക്ക് കിടത്തിയിട്ട് അവിടെ നിന്ന് ഒരു ടർക്കി എടുക്കുവാണ്. എന്നിട്ട് കൈയൊക്കെ പതി ഒപ്പി കൊടുക്കുവാണ്. മുഖവും ഒപ്പാനായിട്ട് പതി ആ പർദ്ദയുടെ തുണി ഇങ്ങനെ പൊക്കാൻ വേണ്ടി തുടങ്ങുമായിരിക്കും. ഈ സമയത്തായിരിക്കും വെള്ളവുമായിട്ട് അമൃത എത്തുന്നത്. രാധിക മോളെ എന്നും പറഞ്ഞ് വിളിച്ച് അമൃത അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. എന്നിട്ട് ശ്യാമനെ വിളിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുക. ഫിദ എഴുന്നേക്ക് ഫിദ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം ശ്യാമ കണ്ണു തുറക്കുവാണ്. അങ്ങനെ ശ്യാമക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടോ അമൃത. എന്നിട്ട് രാധിക ശ്യാമയുടെ മുഖം കാണാതിരിക്കാനായിട്ട് മറന്നു നിൽക്കുകയും രാധികയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മോൾ പേടിക്കൊന്നും വേണ്ടിട്ടോ, മോളുടെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷനിലായിരുന്നു ഫിദ. അതിൻ്റെ ചെറിയൊരു തളർച്ച ക്ഷീണവുമാണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഈ സമയം ശ്യാമ അവിടെ മറിഞ്ഞു നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നീട് രാധിക വന്ന് ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് മാഡം? എനിക്കൊരു കുഴപ്പമില്ല മോളെ. മോളുടെ കാര്യത്തെക്കുറിച്ചുള്ള പുറത്തുള്ള ചില ടെൻഷനും ഭയമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോളുടെ പേരിൽ ഒരു കളങ്കവും വരരുതെന്ന് അമ്മ ആഗ്രഹിച്ചു. എന്താണെങ്കിലും മോളുടെ അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ച കാര്യത്തിന് ഈ അമ്മ എതിര് നിൽക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ രണ്ടാളെ ഒന്നിപ്പിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനും ഒരു പ്രധാന പങ്ക് വഹിക്കാനും അമ്മയുണ്ടാകും. സന്തോഷമില്ലേ മോൾക്ക്? അങ്ങനെ ശ്യാമയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ രാധയൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് അവർ മൂന്നാളും ചേർന്ന് കട്ടിലിരിക്കുവാണ്. എന്നിട്ട് വരുണിനെ ഫോണിൽ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും വരുൺ. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. ഫിദയുടെ ഫോണിൽ നിന്നായിരിക്കോട്ടോ വിളിക്കുന്നത്. അന്നേരം ശ്യാമ പറയണേ, ഹലോ വരുണല്ലേ? എന്നാലും വരുൺ എന്നെ ഇങ്ങനെയിട്ട് കളിപ്പിക്കണ്ടായിരുന്നു കേട്ടോ. വരുണും രാധികയും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ ആയിരുന്നല്ലേ അന്ന് മ്യൂസിക് സ്കൂളിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതും രാധിക എവിടെയെന്ന് അറിയാനായിട്ട് ഓടിപ്പാഞ്ഞ് നടന്നതും അല്ലേ? ഇത് വരുൺ എന്നോട് നേരത്തെ തന്നെ പറയായിരുന്നു. അന്നേരം വരുൺ പറയണേ, സത്യം പറഞ്ഞാൽ മാഡത്തോട് അത് പറയാൻ ഞാൻ പലതവണ വിചാരിച്ചതാ, പക്ഷേ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. രാധികയെ എനിക്ക് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആശ്രമത്തിലേക്കൊക്കെ എത്തിപ്പെട്ടു പോയതും. ഇപ്പോൾ സത്യങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. രാധികയുടെ അച്ഛനും അമ്മയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊപ്പം തന്നെയാണ്. അല്ല എന്നിട്ട് രാധിക എവിടെയാ? അത് പിന്നെ രാധിക ഈ സമയം ശ്യാമ പറയണേ, രാധിക ഇവിടെ എൻ്റെ ഒപ്പം തന്നെയുണ്ട്. രാധികയും കേട്ടുകൊണ്ടിരിക്കുക വരുൺ പറയുന്ന കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും വരുണ് ഒരു വാക്ക് ഞാൻ തരാം. രാധികയുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ച പോലെ ഞാനും പൂർണ്ണ മനസ്സോടെ നിങ്ങൾക്കൊപ്പമുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് എൻ്റെ മോളെ വരുണിൻ്റെ കയ്യിലേക്ക് വെച്ച് തരാം. അങ്ങനെ ശ്യാമയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വരുൺ ഒത്തിരി സന്തോഷമാകുക. അന്നേരം വരുൺ പറയണേ, സത്യം പറയാമല്ലോ മാഡം, ഇപ്പോൾ പലയിടത്തുനിന്നും പലരുടെ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ഇത്ര സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് രാധികയോട് എന്തെങ്കിലും പറയാനുണ്ടോ? രാധികയും എൻ്റെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ രാധികയ്ക്ക് ഫോൺ കൊടുക്കുവാണ്. ഈ സമയം രാധികയും ലൗഡ് സ്പീക്കറിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അന്നേരം വരുൺ പറയണേ, എടോ ഭാര്യയെ, സത്യം പറഞ്ഞാൽ ഫിദ മാഡത്തിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നോർത്ത് ഞാൻ ആകെ ചമ്മലിലും ടെൻഷനിലുമായിരുന്നു. പക്ഷേ താനിത് ഭംഗിയായിട്ട് സോൾവ് ചെയ്തല്ലോ. എല്ലാ കാര്യങ്ങളും ഫിദ മാഡത്തെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? ഇതിന് ഞാൻ എന്ത് സമ്മാനം പകരം തരിക? എന്താ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്? ഒരു സമ്മാനം ഞാൻ തരാം. വരുൺ അങ്ങനെ പറഞ്ഞത് കേൾക്കുന്നതും രാധിക അങ്ങ് ടെൻഷനിലെ ശ്യാമേനെ അമൃതേനെ നോക്കുവാണ് കേട്ടോ. ഈ സമയം അമൃതയും ശ്യാമയും ഒരു കള്ളച്ചിരിയോടെ രാധിക നോക്കുന്നുണ്ട്. അന്നേരം വരുണാണെങ്കിൽ ഫോണിലൂടെ രാധികയ്ക്കും കൊടുക്കുവാണ്. അത് കണ്ട് രാധികയാണെങ്കിൽ ശ്യാമയുടെ അമൃതയുടെ മുന്നിൽ നിന്ന് ആകെ ചമ്മയും മട്ടിൽ നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.